രാജ്യസഭയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. അവിടെ കമൽഹാസൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം SIR-ൽ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അദ്ദേഹം സംസാരിച്ചത്. ഇതുവരെ ഈ തരത്തിലേക്കൊരു പ്രക്രിയ നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. 1 കോടി ആളുകൾ ജീവിച്ചിരിക്കുന്ന, 1 കോടി പേർ മരിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ അങ്ങനെ ഒരു അസാധാരണമായ അസുഖം എന്ന തരത്തിലേക്കാണ് അത് രാജ്യവ്യാപകമായി പടരാൻ ഇടവരരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് SIR-നെതിരെ രൂക്ഷ വിമർശനം അദ്ദേഹം ഉന്നയിച്ചത്. ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം അധ്യക്ഷന്റെ അനുവാദത്തോടെ തമിഴിൽ സംസാരിക്കുകയായിരുന്നു. SIR-നെതിരെയാണ് അദ്ദേഹം പ്രധാനമായും തൻ്റെ വിമർശനം ഉന്നയിച്ചത്. മമതാ ബാനർജി സുപ്രീം കോടതിയിൽ പോയി വാദം ഉന്നയിച്ചതും വാദിച്ചതുമൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. ഒരിടത്തും ഈ തരത്തിലേക്ക് ഈ അസുഖം രാജ്യവ്യാപകമായി പടരരുത്, ജീവിച്ചിരിക്കുന്ന ഒട്ടേറെ ആളുകളുടെ ശവങ്ങളുള്ള നാടായി മാറുകയാണ് എന്നൊക്കെയാണ് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ ആലങ്കാരികമായി അങ്ങനെ സൂചിപ്പിച്ചുകൊണ്ടാണ്. ഇങ്ങനെയാണ് ഈ പ്രസംഗം എഴുതാൻ തനിക്ക് പ്രേരണ നൽകിയത് മഹാത്മാഗാന്ധി എന്ന് പറയുകയാണ്. ക്രോധമില്ലാതെ തനിക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് കാരണം മഹാത്മാഗാന്ധിയാണ്. ഒപ്പം പെരിയാറിൻ്റെ പേരുമൊക്കെ പറഞ്ഞ് അനുസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം. ഇത് വ്യക്തി വിരോധമല്ല, വ്യക്തികൾക്കെതിരായ വിമർശനവുമല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ വിവരങ്ങൾ. അനുജ, അല്പസമയം മുമ്പാണ് നടൻ കമൽഹാസൻ അദ്ദേഹം രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത്. SIR-നെതിരെ കടുത്ത വിമർശനമാണ് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പലതവണ പ്രസംഗത്തിൽ മഹാത്മാഗാന്ധിയുടെ പോരാട്ടങ്ങളെ അദ്ദേഹം അനുസ്മരിച്ചു. അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നത് തന്നെ ക്രോധമില്ലാതെ ഈ പ്രസംഗം എഴുതാൻ തന്നെ പഠിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഈ സഭയിലേക്ക് എത്തിച്ചേരാൻ പഠിപ്പിച്ചത് പെരിയാറാണ്. പാർലമെന്റിനെ മനസ്സിലാക്കാൻ പഠിപ്പിച്ചത് അണ്ണാമലയാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്തവരെ അടയാളപ്പെടുത്തുകയാണ് ഈ സഭ എന്ന് തുടങ്ങിയ അദ്ദേഹം പിന്നീട് മഹാത്മാഗാന്ധിയുടെ ദണ്ഡിയാത്ര ഉദാഹരണമായി എടുത്തുകൊണ്ട് ഏത് തരത്തിലുള്ള ഇത്തരത്തിൽ ഏകാധിപത്യത്തെ മഹാത്മാഗാന്ധി കാൽനടയായി പോയി അട്ടിമറിച്ചു തുടങ്ങിയ പരാമർശങ്ങൾ അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി. കൂടാതെ SIR-നെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പേരിൻ്റെ അക്ഷരത്തെറ്റിൻ്റെ പേരിൽ ആളുകൾക്ക് വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകുന്നു തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിച്ച അദ്ദേഹം ബീഹാർ ജീവിച്ചിരിക്കുന്ന നിരവധി ശവങ്ങളുടെ നാടായി എന്നും ഈ അസുഖം രാജ്യവ്യാപകമായി പടരരുത് എന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിൽ ജീവിച്ചിരിക്കുന്ന 1 കോടി മരിച്ചവർ ഉടൻ തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കൂടാതെ താൻ ഈ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ അത് വ്യക്തികൾക്ക് എതിരായുള്ള വിമർശനങ്ങളല്ല, ആക്രമണങ്ങളല്ല, മറിച്ച് ആശയങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. തമിഴിലാണ് അദ്ദേഹം തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ഇംഗ്ലീഷിലും തമിഴിലും സംസാരിക്കുകയായിരുന്നു. SIR-ലാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.